على سيد المرسلين صلى الله عليه وسلم خذ بأيدينا قلت حيلتنا بذكر. ബഹുമാനികളെ, മയ്യത്തിൻ്റെ കഫംപുടയെക്കുറിച്ചുള്ള സംസാരം കഴിഞ്ഞു. ചുറ്റി കെട്ടുകൾ അയച്ച് ഖബറിൽ വെച്ച് കെട്ടുകൾ അയച്ചു. വയഹ്റുമു ജംഉ സ്നൈനി ഫീ കഫനിൻ, ഒറ്റ കഫംപുടയിൽ രണ്ടാളെ ഒരുമിച്ച് കൂടി മയ്യത്തിൻ്റെ കഫൻ ചെയ്യൽ ഹറാമാണ്. ഒറ്റ കഫംപുട, അത് രണ്ടാളെ കൂട്ടിയാണ്ട് എന്ത് ചെയ്യുക, പുതിയ, അത് ഹറാമാണ്. ബിലാ ദറൂറത്തിൽ, അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ. ഈ പ്ലേഗ് രോഗം, വസൂരി രോഗം, ഭൂകമ്പം, വെള്ളപ്പാച്ചിൽ, ഇങ്ങനെ തുടങ്ങിയ പല മരണങ്ങളും നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയതാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ വന്നാൽ ആ ഹറാമ് നീങ്ങിപ്പോവും. അപ്പോൾ ഒരു തുണി തന്നെ രണ്ടാളെ പുതിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ചില ഘട്ടങ്ങളിൽ എന്താണ് അനിവാര്യമായി വരും. അപ്പോൾ കിതാബത്തു ഷൈഇൻ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് വല്ലതും കഫംപുടയിൽ എഴുതിയേക്കുക. മയ്യത്ത് ഏതായാലും മരണപ്പെട്ട് പോവാണല്ലോ. അപ്പോൾ കാവലിന് വേണ്ടിയിട്ട് കഫംപുടയിൽ ഒരാൾ എന്ത് ചെയ്ത് ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ എഴുതി വെച്ചു കഫംപുടയിലേ. അത് പാടില്ല. അസ്മാ ഇല്ലാഹി തആല, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പേരുകൾ, യാ അല്ലാഹു, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്, യാ ഖുദ്ദൂസ്, ഇതൊക്കെ എഴുതിച്ച് കാണ്ട് കൊണ്ടുപോയാൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഇയാളെ ശിക്ഷിക്കൂലല്ല എന്ന് ഏതോ ഒരു വിദ്വാൻ അങ്ങനെ ചെയ്തു കൂട്ടിക്കോ, അത് പാടില്ല. കഫംപുടമ എന്താ എഴുതാൻ പാടില്ലാതെ കാരണം ഇത് ജീർണിച്ച് പിന്നെ ചെലവും മുറിവൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കഫംപുടയിലാകെ ഒലിച്ച് കബറിൻ്റെ ഉള്ളിൽ നിന്ന് വ്രണങ്ങളൊക്കെ വരും. മയ്യത്തെ ശരീരാസകലം പിന്നെന്താണ്, പിന്നെ പൊട്ടി ഒലിച്ചല്ലേ, പുഴുക്കൾ നിറഞ്ഞ് ശരീരം ആകെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖുർആൻ്റെ എഴുത്തും അസ്മാഉൽ ഹുസ്നയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ ബഹുമാനിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളല്ലേ. അപ്പം അതിന് നജസിലിടാൻ പറ്റൂലല്ലോ. എന്നാൽ ബിഹൈസു യബ്ഖാ അസറുഹു, അതെന്താ വെച്ചാൽ അതിൻ്റെ അസർ ശേഷിക്കുന്നത് കൊണ്ടാണ്. ആ എഴുത്ത് അവിടെ ഇങ്ങനെ ശേഷിക്കും. എന്നാൽ എഴുത്ത് ശേഷിക്കാതെ ഉമിനീര് കൊണ്ടൊക്കെ എഴുതാൻ പറ്റുന്നു. ഉമിനീര് കൊണ്ട് ഒന്നാം നമ്പർ പറയുന്നു, ഫലാ യഹ്റു ബിർരീഖി, ഉമിനീര് തുപ്പുനീരെടുത്ത് കാണ്ട് എന്താ എഴുതുന്നതുകൊണ്ട് ഹറാമില്ല. തൊള്ളയിൽ തൊട്ട് കാണും ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കഫംപുടയിൽ എഴുതുന്നതുകൊണ്ട് ഹറാമില്ല. വയുകഫനു ഷഹീദുൻ ഫി സിയാബിഹി, ഷഹീദിനെ ഏത് വസ്ത്രമിട്ട് കാണ്ടാണോ അയാൾ ഷഹീദായത്, രക്തക്കറയുള്ളത്, ആ വസ്ത്രത്തിൽ തന്നെയാണ് കഫൻ ചെയ്യേണ്ടത്. യുദ്ധത്തിലൊക്കെ മരണപ്പെട്ടു പോയ സ്വഹാബാക്കളില്ലേ, അപ്പോൾ ഷഹീദ് ശുഹദാക്കളെ അതേ വസ്ത്രത്തിൽ തന്നെയാണ് കഫൻ ചെയ്യപ്പെടേണ്ടത്. അതിന് തയ്ഞ്ഞിട്ടില്ലെങ്കിലോ, അത് തയ്ഞ്ഞിട്ടില്ല എങ്കിൽ തുമ്മിമെത്ത് ബിഗൈരിഹ, വേറെ വസ്ത്രം കൊണ്ട് പൂർത്തീകരിക്കപ്പെടണം. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ മയ്യത്ത് നിസ്കാരത്തിലേക്കാണ് കയറുന്നത്. അപ്പം ഇന്ന് നല്ല ചൂടുള്ള ചായ കൊടുക്കണം. നമ്മൾ യൂസുഖാൻ്റെ വകയാണ്. മധുരമുള്ളതുകൊണ്ട് മധുരമില്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ളത് കുടിക്കാം. നല്ല തണുപ്പാണ്. ഓരോ ഗ്ലാസ് സ്വതക്ക ചെയ്ത ആ ചായൻ്റെ ഫലം കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഖൈർ കൊടുക്കട്ടെ. ചായ ആരും വേണ്ടെന്ന് പറയില്ല. കൊണ്ടുവരാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ ഓരോരുത്തരങ്ങനെ വന്നോളൂ. അത് നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. ആവശ്യമുള്ളവർക്ക് കൊണ്ടുവരാം. ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ സഞ്ചി ഇട്ടാൽ മതി. സഞ്ചിയിൽ കൊടുത്താലും ഇങ്ങനെ രാവിലെയുള്ള സ്വതക്കയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ കുട്ടിക്ക് പകരം അല്ലാഹു തആല സന്തോഷമുള്ള മക്കളെ കൊടുക്കട്ടെ. ഉള്ള മക്കൾ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കട്ടെ. ജോലിയിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ അല്ലാഹു നമുക്കും അവർക്കും നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചോനെ, ഞങ്ങളെ പ്രഭാത സമയത്തുള്ള ഒത്തുകൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നാടിനെയും നാട്ടുകാരെയും മഹലിനെയും മഹല്ലുകാരെയും
ഓരോ വീട്ടുകാരെയും നീ ഖൈറിൻ്റെ വക്താക്കളെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാ. മരിച്ചുപോയവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. പള്ളിയുടെ നിർമ്മാണം ധൃതിഗതിയിൽ നടക്കുന്നു. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. സന്തോഷമുള്ള ഉദ്ഘാടന ചടങ്ങ് കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടെയുള്ള നിർമ്മാണങ്ങളാക്കി തരണേ അല്ലാ. പടച്ചോനെ, അതിലേക്ക് സഹായിച്ച ഓരോ കൈകളെയും നീ ഒരു കാരണവശാലും ഒറ്റപ്പെടുത്തല്ല അല്ലാ. അവർക്കൊരുപാട് ഖൈറുകൾ നൽകണേ റഹ്മാനെ. ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. ജോലികളിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഉപ്പമാരും പല നിലക്കും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ സഹായിച്ചവരും ഉണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ നീ അർഹിക്കുന്ന പ്രതിഫലം നൽകണേ അല്ലാ. ഉദ്ഘാടനം കാണാതെ, പള്ളിപ്പണി പൂർത്തിയായത് കാണാതെ, അതിന് ഭാഗ്യമില്ലാതെ മണ്ണറയിലേക്ക് പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവർക്കൊക്കെ നീ സ്വർഗീയ ലോകം സന്തോഷത്തോടുകൂടെ നീ നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖനാ അദാബന്നാർ. മാറാ രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ നൽകല്ല അല്ലാ. കടക്കണികളിൽ കുടുങ്ങിക്കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, നീ ഖൈറായ വീട് നൽകണേ അല്ലാ. മക്കൾ പഠിക്കുന്നവരുണ്ട്, പഠനത്തിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ നീ നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, ഖൈറായ പ്രസവം നൽകണേ അല്ലാ. വളർന്നു വരുന്ന പിച്ച വെച്ച് കിടക്കുന്ന പൊന്നുമക്കളുണ്ട്, ആരോഗ്യമുള്ള ജീവിതം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഖബ്ബലല്ലാഹ്.